കേരളത്തിൻ്റെ ടൂറിസം മാപ്പിൽ അടയാളപ്പെടുത്തിയിട്ടുള്ള ഒരു സ്ഥലമാണ് മുരുക്കുംമാട് ദ്വീപ്. പ്രകൃതി ഭംഗിയിൽ അതിമനോഹരമായ ഈ ദ്വീപ് സ്ഥിതി ചെയ്യുന്നത് തിരൂരിൽ നിന്ന് ഏകദേശം 30 കിലോമീറ്റർ ദൂരെ സഞ്ചരിച്ചാൽ കിട്ടുന്നൊരു സ്ഥലമാണിത്. ഈ സ്ഥലം ടൂറിസം മാപ്പിൽ ഉണ്ടെങ്കിലും കൂടിയിട്ട് ആരും അങ്ങോട്ട് എത്തപ്പെടുന്നില്ല. പ്രകൃതി ഭംഗിയുടെ കാര്യത്തിൽ വളരെ അതിമനോഹരമായ ഈ സ്ഥലത്ത് കാഴ്ചക്കാർ കുറവാണെന്നുള്ള ഒരു പോരായ്മ വളരെയധികം കാണുന്നുണ്ട്. തിരൂർ പുഴയോട് ചേർന്ന ഈ ഒരു പ്രദേശം മലപ്പുറം ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. അങ്ങനെ ഞായറാഴ്ച ഒരു ഒഴിവു ദിവസം കിട്ടിയപ്പോൾ വെറുതെ ഒന്ന് സന്ദർശിക്കാനും വേണ്ടി പോയതാണ്. അപ്പോൾ അതിമനോഹരമായ ഈ കാഴ്ചകൾ കണ്ടിട്ട് അത്ഭുതം തോന്നി. ഇതാണ് നമ്മൾ എത്തപ്പെടേണ്ട സ്ഥലം. മുരുക്കുംമാട് ദ്വീപിൽ നമ്മൾ എത്തേണ്ട സ്പോട്ടിൽ ഇവിടെ എത്തിച്ചേരുക. ഇവിടുന്ന് ഒരു ചെറിയൊരു യാത്ര ഉണ്ട്, ഒരു വെള്ളത്തിലൂടെയുള്ള യാത്ര. യാത്ര എന്ന് പറഞ്ഞാൽ വെള്ളത്തിലൂടെയുള്ള യാത്രയാണ്. വള്ളങ്ങളൊന്നും അവിടെ കാണാനുമില്ല. ഒരു വെയിറ്റിംഗ് ഷെഡ് കാണുന്നുണ്ട്. അങ്ങനെ കുറച്ച് നേരം അവിടെ അങ്ങനെ ഞങ്ങൾ തങ്ങി നിന്നപ്പോൾ ഒരു ഫാമിലി വരുന്നുണ്ട്. അപ്പോൾ അവരോട് ചോദിച്ച് അപ്പുറത്ത് എങ്ങനെ പോകുമെന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ഈ നമ്പറുണ്ട്, ആ നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു 4 ആളുണ്ട് അങ്ങോട്ട് കിടക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ അതിസാഹസികമാണ് യാത്ര കേട്ടോ. ഒന്നുമില്ല, ലൈഫ് ജാക്കറ്റോ ഒന്നുമില്ല, വെള്ളത്തിലൂടെയുള്ള യാത്രയാണ്, ശ്രദ്ധിക്കണം. കടവ് എന്ന പേരിൽ ഇവിടെ നമ്പർ കൊടുത്തിട്ടുണ്ട്. അതിൽ വിളിച്ചാൽ വള്ളക്കാരനെത്തും. അപ്പോൾ നമ്പറിൽ വിളിച്ചിട്ടുണ്ട്. അപ്പോൾ കുറച്ച് നേരം വെയിറ്റിംഗ് ഉണ്ട്. കുറച്ച് നേരമല്ല, ഒരുപാട് ടൈമുണ്ട്. 1 മണിക്കൂർ വരെയൊക്കെ വെയിറ്റിംഗ് ഉണ്ട്. ഒരൊറ്റ വെള്ളമുള്ളൂ ആകെ ഉള്ളത്. അപ്പോൾ അവരെ വിളിച്ച് നമ്മളെ സൗകര്യത്തിനനുസരിച്ച് വിളിച്ച് വരുത്തണം അവരെ. അപ്പോഴേ നമുക്ക് യാത്ര ചെയ്യാൻ കഴിയുള്ളൂ. അങ്ങനെ കുറച്ച് വെയിറ്റ് ചെയ്തപ്പോൾ നമ്മൾ ആളെത്തിയിട്ടുണ്ട്. വെള്ളമായിട്ട് ആളെ നമ്മളെ എടുക്കാൻ വരികയാണ്. 20 രൂപയാണ് ഇവിടുന്ന് അങ്ങോട്ട് ചാർജ് വാങ്ങിക്കുന്നത്. അപ്പോൾ ആ ടിക്കറ്റൊന്നുമില്ല, അവരെ കയ്യിൽ കൊടുക്കുന്നതാണ്. 20 രൂപ എന്നാണ് പറയുന്നത്. അങ്ങോട്ട് കിടക്കണമെങ്കിൽ 20 രൂപ, തിരിച്ചിങ്ങോട്ടും 20 രൂപ വേണം. അപ്പോൾ ഇതാണ് നമ്മളെ വെള്ളം. അപ്പോൾ നമ്മളിതിൽ യാത്ര ചെയ്യാൻ പോവുകയാണ്. ഏകദേശം 2 കിലോമീറ്റർ വെള്ളത്തിലൂടെ യാത്ര ചെയ്യണം. ലൈഫ് ജാക്കറ്റോ ഒന്നുമില്ല. നമ്മളൊരു ദ്വീപിലെത്തി പോകാൻ പോവുക. ദ്വീപിലോട്ടുള്ള യാത്രയാണിത്. ഗോമുഖം അതൊരു ദ്വീപാണ്, അതിലോട്ടാണ് നമ്മളെ യാത്ര. അപ്പോൾ പോയി നോക്കാം. അപ്പോൾ നമ്മൾ യാത്ര തുടരാം. നമ്മുടെ കൂടെ ഒരു ചേട്ടനും കൂടി ഉണ്ട്. ആ ചേട്ടന് വഞ്ചിപ്പണിക്കാരനാണ്. അപ്പുറത്താണ് അവർ വഞ്ചി കിടക്കുന്നത്. ദ്വീപിലാണ് അവർ വഞ്ചിയുള്ളത്. അവരങ്ങോട്ട് പോവുകയാണ്. അപ്പോൾ അവരും കൂടി നമ്മളെ കൂടെ കൂടിയിട്ടുണ്ട്. അതിമനോഹരമായിട്ടുള്ള ഈ കാഴ്ചകൾ ലക്ഷദ്വീപിലൊക്കെ പോയാൽ കാണുന്ന കാഴ്ചകൾ മാത്രമാണ്. അങ്ങനെ ഈ തടാകത്തിൻ്റെ മധ്യത്തിലെത്തിയിട്ടുണ്ട് നമ്മൾ. ചുറ്റുപുറം മനോഹരമായ കാഴ്ചകളാണ് 2 സൈഡിലും കാണുന്നത്. അവിടെ ചെറിയ ചെറിയ കൊള്ളികൾ കാണാം നമുക്ക്. അവിടെ ഈ കല്ലുമ്മക്കായൻ്റെ കൃഷി നടത്തുകയാണ് ആളുകൾ. വെള്ളത്തിൻ്റെ ഓളപ്പരപ്പിലൂടെയുള്ള ഈ യാത്ര അതിസാഹസികമാണ്, ശ്രദ്ധിക്കണം. അങ്ങനെ നമ്മൾ ദ്വീപിലെത്താനായിട്ടുണ്ട്. ഒരുപാട് വള്ളങ്ങളൊക്കെ അവിടെ നിർത്തിയിട്ട് കാണാം. അതിമനോഹരമായ ഒരു പഴയ കെട്ടിടം, ഒരു പുരാതന കെട്ടിടം, ഒരു ഭംഗിയുള്ളൊരു കെട്ടിടം കാണുന്നുണ്ട്.
ഇതാണ് നമ്മളെ ദ്വീപ്. ഇപ്പോൾ നമ്മൾ ദ്വീപിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. ഇവിടെ കുറച്ച് ആളുകൾ മത്സ്യത്തൊഴിലാളികളാണ് അവർ. അപ്പോൾ അതിസുരക്ഷിതമായിട്ട് നമ്മൾ നമ്മുടെ ദ്വീപിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. മത്സ്യത്തൊഴിലാളികൾ അവരെ ജോലി കഴിഞ്ഞിട്ട് വീട്ടിൽ പോവുകയാണ്. അപ്പോൾ അവർ നമ്മളെ കണ്ടപ്പോൾ, നമ്മളെ ക്യാമറ കണ്ടപ്പോൾ അവർ നമുക്കൊരു ഹായ് പറഞ്ഞിട്ടുണ്ട്. ഹായ്. ഓക്കെ ഓക്കെ. അവർ ഇന്നത്തെ ജോലി കഴിഞ്ഞ് തിരിച്ചു പോവുകയാണ്. അതുപോലെ ഇവിടെ നമ്മളെ വന്ന കരയിലുള്ള അതുപോലെ ഒരു വെയിറ്റിംഗ് ഷെഡും ഇവിടെയുണ്ട്. ഈ യാത്ര ചെയ്യുന്ന ആൾക്കാർക്ക് വെയിറ്റ് ചെയ്യാനുള്ള ഒരു ഷെഡാണത്. അപ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് നമ്മൾ നോക്കുമ്പോൾ ദ്വീപിൽ നമ്മൾ കണ്ട വേറൊരു കാഴ്ചയാണ് ഈ ഒരു കെട്ടിടം. അതിപുരാതനമായ ഈ ഒരു കെട്ടിടം ഏകദേശം 80-90 വർഷം പഴക്കം ചെന്നിട്ടുണ്ടെന്നാണ് ഇവിടുത്തെ ആളുകൾ പറയുന്നത്. ഇന്നും കാര്യമായിട്ടൊരു കേടുപാടുകളും സംഭവിക്കാതെ അങ്ങനെ നിലനിൽക്കുന്നുണ്ട്. മത്സ്യത്തൊഴിലാളികൾ അവരെ ആയുധങ്ങളെല്ലാം വെക്കുന്നൊരു ഇടമായിട്ടാണ് ഇപ്പോൾ ഇത് കാണുന്നത്. ഈ കാണുന്ന ആളാണ് ഇതിൻ്റെ ഓണർ. ഇദ്ദേഹത്തിൻ്റെ കയ്യിലാണ് ഇപ്പോൾ ഈ കെട്ടിടം ഉള്ളത്. ഇത് മത്സ്യത്തൊഴിലാളിയാണ്. അവർ കടലിൽ പോകാനുള്ള പദ്ധതികളാണ്. അപ്പോൾ നമ്മൾ ദ്വീപിലെ മനോഹരമായ കാഴ്ചകളൊക്കെ കണ്ടു. ഏകദേശം ഒരു 2 മണിക്കൂർ വരെ നമ്മളിവിടെ സ്പെൻഡ് ചെയ്ത് ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് മടങ്ങുകയാണ്. ഫ്രീ ആയി നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാവരും വരും അവിടെ. പിന്നെ വരുമ്പോൾ ശ്രദ്ധിക്കാനുള്ളത് വെള്ളത്തിൻ്റെ മുകളിലൂടെയുള്ള യാത്രയാണ്. അപ്പോൾ ലൈഫ് ജാക്കറ്റൊന്നുമില്ല. നീന്താൻ അറിയണവർ മാത്രം വെള്ളത്തിലിറങ്ങി യാത്ര ചെയ്യുക. പിന്നെ നമ്മളെ വെള്ളം തുഴയുന്ന ആളാണിത്. ഈ ആളാണ് നമ്മളെ ഇങ്ങോട്ട് കൊണ്ടുവന്നതും തിരിച്ചങ്ങോട്ടാക്കുന്നതും. ഇവിടുന്ന് അങ്ങോട്ട് പോകുമ്പോൾ ഒരു ഫാമിലിയും കൂടി നമ്മളെ കൂടെ ഉണ്ട്. ആ ഫാമിലി അവരെന്തൊരു സുഹൃത്തിൻ്റെ വീട്ടിൽ പോവുകയാണെന്ന് പറഞ്ഞു. അപ്പോൾ അവരെ യാത്രയും അതിസാഹസികമായിട്ടാണ്. ലൈഫ് ജാക്കറ്റ് ഒന്നുമില്ല. പക്ഷേ അവർ എന്നും സ്ഥിരമായിട്ട് യാത്ര ചെയ്യുന്ന ആൾക്കാരാണെന്ന് തോന്നുന്നു. അപ്പോൾ അവരും നമ്മളെ കൂടെ ഉണ്ട്. അപ്പോൾ നിങ്ങൾ നേരെ ഗൂഗിളിൽ പോവുക, എന്നിട്ട് മുരുക്കുംമാട് ദ്വീപ് അടിക്കുക. ദ്വീപ് അടിച്ച് കഴിഞ്ഞാൽ നമുക്ക് റൂട്ട് മാപ്പ് ഇങ്ങനെ കാണിച്ചു തരും. അങ്ങനെ ഇവിടെ വരിക, ഇവിടുത്തെ കാഴ്ചകളൊക്കെ കാണുക, ആസ്വദിക്കുക. നല്ല നല്ല ഫോട്ടോസുകളൊക്കെ എടുക്കാൻ പറ്റുന്ന ഏരിയയാണ്. ഫോട്ടോ എടുക്കാൻ താല്പര്യമുള്ള ആൾക്കാരൊക്കെ ഇവിടെ എത്തിയിട്ട് ഈ പ്രകൃതിയുടെ മനോഹാരിത ഒപ്പിയെടുക്കുക. പിന്നെ നമ്മളെ വീഡിയോ കാണുക, ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ. അപ്പോൾ എത്രയാണ് നമ്മൾ ഈ കാഴ്ചകൾ നിങ്ങൾക്ക് പകർത്തി തന്നിട്ടുള്ളത്.